ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC എല്ലാ പരീക്ഷകളിലും ഒരുപോലെ ആവർത്തിക്കുന്ന 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. പ്രിലിംസ്, മെയിൻസ് അതുപോലെ എല്ലാ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആദ്യം പഠിച്ചു വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അതിൻ്റെ കൂടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. അപ്പോൾ 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പെരിയാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മോഹൻലാൽ. മോഹൻലാലിനാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി. കേരള ഗാന്ധി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് മോഹൻലാൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോതമംഗലം. കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അപ്പോൾ തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇരവികുളം. ഇടുക്കി ജില്ലയിലെ ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഉത്തരം ഓപ്ഷൻ സി, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിലെ ഇരവികുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിസരണം. വിസരണമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. 11ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, സെൻസസ്. സെൻസസ് ആണ് ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഭാഷകൾ. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഭാഷകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് സെൻസസ്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഭാഷകളാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 14ാമത്തെ ക്വസ്റ്റ്യൻ,
2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപ്പിള്ള. 15ാമത്തെ ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ വരുന്നത് സി ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1853. 1853 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷമാണ് 1853. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2:3. 2:3 ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 2:3. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. 23ാമത്തെ ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന നദികളിൽ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? താഴെ തന്നിരിക്കുന്ന നദികളിൽ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് ഇവിടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. കേരളത്തിലെ 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. താഴെ തന്നിരിക്കുന്ന നദികളിൽ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് പെരിയാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. PT ഉഷയാണ് ഇന്ത്യയുടെ നിലവിലെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. അപ്പോൾ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ ഏറ്റവും എളുപ്പവുമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്